12 ദിവസത്തിന് മുന്നേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ കസേരയിലെടുത്ത് ഇരുത്തിക്കൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയത്. ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും കാഴ്ച കുറവുള്ള എൻ്റെ ഒരു സഹോദരനും രണ്ടുപേരെയും ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിൽക്കുന്നത് ചിറയൻകീഴിലാണ്. ചിറയൻകീഴ് തോട്ടവാരം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വലിയേല ഇഡിയലപ്പൻ ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു വിഷയം ഇവിടെയുള്ളൊരു സമീപത്തുള്ള ഒരു ചേച്ചി ഞങ്ങളെ അറിയിച്ചു. അത് പ്രകാരം ഞങ്ങളിവിടെ വന്ന് അവരുടെ ആവശ്യം വളരെ ജെന്യൂനാണെന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് ഈ സംഭവം ഞങ്ങൾ വാർത്തയാക്കാൻ തീരുമാനിച്ചത്. ഇത് അവരുടെ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇത് അവരുടെ മാത്രമല്ല, ഏകദേശം 3 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ആ 3 കുടുംബങ്ങൾക്ക് പോകാനുള്ളൊരു വഴിയാണ്. ഇവർക്ക് ഈ വഴി കൂടാതെ മറ്റൊരു വഴിയുണ്ട്. അതുവഴി സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവർ വർഷങ്ങളായിട്ട് ഈ വഴി സഞ്ചരിക്കുന്നു. അവരുടെ പ്രമാണത്തിലൊക്കെ ഈ വഴി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങളും കേസുകളൊക്കെ നടക്കുന്നതായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ കിടപ്പ് രോഗികളടക്കമുള്ളവരൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പല സാഹചര്യത്തിലും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഈ കിടപ്പ് രോഗികളൊക്കെ ഈ വഴി കൊണ്ടുവരുന്നത് വളരെ ദുസ്സഹമാണല്ലേ? അതെ അതെ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. ഇപ്പം എൻ്റെ അമ്മയെ ഒരു 10-12 ദിവസത്തിന് മുന്നേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ കസേരയിലെടുത്ത് ഇരുത്തിക്കൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയത്. എന്നിട്ട് മെനിഞ്ഞാന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതും അത് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അവരുടെ സ്ട്രക്ചറിലാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നത്. ഇനി വീണ്ടും തിങ്കളാഴ്ച കൊണ്ടുപോകണത് ഇതുപോലൊരു അവസ്ഥയിലാണ് കൊണ്ടുപോകണം. നമ്മളെല്ലാവരും വലിയ സാമ്പത്തികം ഉള്ളവരൊന്നും അല്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യവും വണ്ടി പിടിക്കാനോ ഒന്നിനുള്ള സാമ്പത്തികമൊന്നും ഉള്ളവരല്ല ഞങ്ങൾ. ഈ ഒരു വഴി നമുക്കൊന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ഉപകാരമാണ്. ഞങ്ങൾ മാത്രമല്ല, കുറച്ച് പേര് ഇവിടെ ഉണ്ട്. 10ഓളം പേരുടെ വസ്തുക്കളുണ്ട്. 5 കുടുംബം ഞങ്ങളിവിടെ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഈ 5 കുടുംബക്കാർക്കാണ് ഈ വഴി വേണ്ടത്. ഞങ്ങൾ വലിയ കാറ് പോകണമെന്ന് ലോറി പോകണമെന്ന് ഒന്നും പറയുന്നില്ല. ഒരു ഓട്ടോ പോണ വഴി തന്നാൽ മാത്രം മതി. അത്രയും സൂചിപ്പിച്ചത് 3 കുടുംബങ്ങളെന്നാണ്. 5 കുടുംബം ഉണ്ട്. വസ്തുക്കളും ഉണ്ട്. ശരിക്കും നിയമപ്രകാരം പ്രമാണത്തിലുള്ളത് പ്രകാരം ഇത് തന്നെയാണോ നിങ്ങളുടെ വഴി? ഞങ്ങൾക്ക് പ്രമാണത്തിൽ ഇങ്ങനെ ഒരു വഴി പറഞ്ഞിട്ടില്ല. വേറൊരു വഴി ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ കാണിച്ചു നോക്കി, വക്കീലിനെ കാണിച്ചപ്പോഴും അതിലൊരു പ്രമാണത്തിൽ നമുക്ക് ഇവിടെ ഒരു വഴി പറഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ ഇതൊരു വഴിയല്ല. പക്ഷെ ഞങ്ങൾ വർഷങ്ങളുണ്ട്, ഏകദേശം ഒരു 50 വർഷമായി. ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. എനിക്കിപ്പോൾ 55 വയസ്സായി. ഈ 50 വർഷം കൊണ്ട് നമ്മളൊരു ഓർമ്മ വെച്ച കാലം വരെ ഞങ്ങൾ ഇതിലേ കൂടെയാണ് നടക്കുന്നത്. ആറ്റുളുംപൊഴി ഇങ്ങനെ അപ്പുറം മാറി തിരിഞ്ഞ് വരുന്നു. ഈ വസ്തുവിന്റെ മറുവശം ആറായത് കൊണ്ട് നിങ്ങൾക്ക് അതുവഴി സഞ്ചരിക്കാൻ പ്രയാസമല്ലേ? അതുവഴി അവിടെ വരിക്കും കൂടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിലേ കൂടെ പോകുന്നത് ഏകദേശം അല്ല. എനിക്കിപ്പോ 55 വയസ്സ് കഴിഞ്ഞു. എന്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അന്നേ ഇന്ന്, ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അന്നേ ഇന്ന് ഞങ്ങൾ ഇതിലേ കൂടെ തന്നെയാണ് നടക്കുന്നത്. വർഷങ്ങളായിട്ട് ഇതിലേ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഈ വരിക്കൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അതിലേ കൂടെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും കാഴ്ച കുറവുള്ള എൻ്റെ ഒരു സഹോദരനും രണ്ടുപേരെയും ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. അതൊന്ന് അധികാരികൾ അതൊന്നും നോക്കിയിട്ട് ഞങ്ങൾക്കൊരു ഓട്ടോ അതായത് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ രോഗികളടക്കമുള്ളവരുള്ളത് കൊണ്ട് ഒരു സുഖമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ മാർഗം. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവല്ലേ? പക്ഷെ എങ്കിലും ആറ്റുളമ്പിൽ വഴിയില്ലേ സാർ? കുറച്ച് വഴി എന്തായാലും ആറ്റുളമ്പിലുണ്ടല്ലോ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിന്റെ പുറകെ കേസായിട്ടും കോടതിയായിട്ടും ഒക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പോണ വഴി തരണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല നമുക്കിവിടെ കാറും ലോറിയും ഒന്നും വരണ്ട. ഇത് ഈ കാണുന്ന വസ്തു ഇത് വലിയ കടയിലെ ജുവലറി നടത്തുന്ന സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. വലിയ കടയിൽ സന്തോഷ് ജ്വല്ലറി ഉടമയുടെ അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതാണല്ലോ. അദ്ദേഹം അങ്ങനെ മാനുഷികപരമായിട്ടൊക്കെ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഉള്ള ഒരാൾ തന്നെയാണ്. അവിടെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതും ഒക്കെ അങ്ങനെയാണ്. അദ്ദേഹം മാനുഷിക പരിഗണനയൊക്കെ ഉള്ള വളരെ ഒരു നല്ല മനുഷ്യ സ്നേഹി എന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത്. അദ്ദേഹം അതായിരിക്കാം. പക്ഷെ നമ്മളോട് അങ്ങനെ നമ്മളോട് കാണിച്ചില്ല. ഈ ഒരു വഴി തന്നിട്ടെങ്കിൽ നമ്മളെന്നും ഒരു മനസാക്ഷിയുടെ പുറത്ത് പുള്ളിയെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ അതൊരു വഴക്കും ബഹളമൊക്കെ ആയതോടുകൂടി പുള്ളി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ വഴി വിട്ട് തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അതിന് ഉള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ എന്തായാലും ഒരാള് സൗജന്യമായി വിട്ടുതരുന്നില്ലല്ലോ. അല്ല, നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ കോമ്പൻസേഷന് നമ്മൾ ഈ വസ്തു വഴി ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞില്ല 10 കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. ഈ 10 പേർക്കും കൂടി
ഇതിന്റെ ഈ സൈഡിൽ വേണമെന്ന് പറഞ്ഞു വഴി. അപ്പൊ അതൊരു കാരണവശാലും പുള്ളിക്കാരൻ തരൂല എന്ന് പറഞ്ഞു, ആറ്റുള്ളതേ തരുവോളെന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിന് തരാനുള്ള ബുദ്ധിമുട്ടാണ്? അല്ല, ഇത് പുള്ളിയുടെ അത് ഒരു കാരണവശാലും തരൂല. ഒരു വസ്തുവിന്റെ ഉടമസ്ഥന് അങ്ങനെ ഒരിക്കലും തരാൻ വഴിയില്ല. കാരണം ഞങ്ങൾ ഇതാണ് ചോദിച്ചത്. അപ്പൊ ഇത് പുള്ളിക്കാരൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്താൻ, അതായത് ഒരു ആശുപത്രി കാര്യം ഉണ്ടായാൽ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം തരാനുള്ള സാഹചര്യം ഉണ്ടോ? തരാനുള്ള സാഹചര്യം ആ ആളിന്റെ മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ശരി. അപ്പൊ ഏതായാലും ഇവർ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ വലിയ കടയിൽ സന്തോഷ് ജ്വല്ലറി നടത്തുന്ന അതിന്റെ ഉടമ സന്തോഷ്, അദ്ദേഹത്തിനെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യം നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഞങ്ങളടക്കം ഒക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാരുണ്യമുണ്ടായാൽ ഒരു പക്ഷേ ഈ 5ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രായമായവരൊക്കെ ഉണ്ട്, അവരെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ സൂചിപ്പിച്ച പോലെ ഇവരുടെ അമ്മയെ കഴിഞ്ഞ ദിവസം ഒരു കസേരയിൽ ഇരുത്തി 3, 4, 5 പേരൊക്കെ ചേർന്ന് ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ കാര്യത്തിൽ ഏതെങ്കിലും ആളുകളൊക്കെ ഇടപെട്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഈ സന്തോഷ് ജ്വല്ലറി ഉടമയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഇടപെട്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തും ഞങ്ങൾ പറയണം, ഒന്ന് ഇടപെട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കാനൊരു ശ്രമം നടത്തണമെന്ന് ഒന്ന് അങ്ങയോട് പറയുകയാണ്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.